ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് LGS ലാസ്റ്റ് സ്റ്റേജിലെ മാത്സിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം 7 × 8 ഹരിക്കണം 2 × 14 + 3 സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? ബോർഡ് മാസ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഇങ്ങനത്തെ കുറേ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. 7 × 8 ഹരിക്കണം 2 × 14 + 3 സ്ക്വയർ. ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുക? ഈ തന്നിരി ഡിവിഷനാണ് അഥവാ ഹരണമാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഹരണം എന്ന് പറയുന്നത് 8/2. അത് ചെയ്യുമ്പോൾ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. പിന്നെ 14 അതേപോലെ എടുത്തെഴുതി +3ൻ്റെ സ്ക്വയർ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പറയുമ്പോൾ ഇവിടെ ഒരുമിച്ച് 3 മൾട്ടിപ്ലൈ ചെയ്യണം. 7 × 4 28 × 14 കാണും. 28 × 14 28 × 14 ചെയ്യുമ്പോൾ 8 × 4 4 32, ബാക്കി 3 4 2 8 3 11 8 2 2 9 3 392ൻ്റെ കൂടെ എന്ത് ചെയ്യണം? 392 + 3ൻ്റെ സ്ക്വയർ 9 ആണ്. രണ്ടും കൂട്ടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 401 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ 401 എന്ന് പറയുന്ന ഒരു ആൻസർ അതിൽ കിടക്കുന്നില്ല. PSC ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7ൻ്റെ സ്ക്വയർ × 2 ഹരിക്കണം 2 × 7. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൻ്റെ വില കാണാനായിട്ട് ബോർഡ് മാസ് റൂൾ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഹരണമാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 7ൻ്റെ സ്ക്വയർ × 2/2 എന്ന് പറയുന്നത് 1 × 7. ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 7ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. 49 × 7 കാണുന്നു = 343 എന്ന ആൻസർ കിട്ടും. ഇവിടെയും നമ്മൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോഴും 343 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. ഇതും PSC ക്യാൻസൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത 2 ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ ആൻസർ കൊടുത്തിട്ടില്ല. ഓപ്ഷൻസ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് PSC ക്യാൻസൽ ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1/2 2/3 3/4 1/5 ഇവയെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ശരിയായത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 1/2 തന്നിട്ടുണ്ട്, 2/3 3/4 1/5. ഇതിനെ നമ്മൾ ആരോഹണ ക്രമത്തിൽ, എന്താണ് ആരോഹണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് ആരോഹണ ക്രമം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കിതിനെ ചെറുതിൽ നിന്ന് വലുതിലോട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചിഹ്നങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇതിൽ ഏതാണ് ചെറുത് എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭിന്നസംഖ്യകൾ തരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെറുതാണോ വലുതാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്? നമ്മളിത് മുന്നേ ക്ലാസ്സുകളിലൊക്കെ കുറേ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആദ്യം തന്നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ 1/2 ആണ്. 1/2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ 10 എന്ന് വരും. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 5 എന്ന ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2/3 ആണ്. 2/3നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20/3 എന്ന് കിട്ടും. ചെയ്തിട്ട് പോകുമ്പോൾ 3 6 3 18. അപ്പോൾ 6 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. നമുക്ക് പോയിൻ്റ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 3/4 ആണ്. 3/4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30/4 എന്ന് കിട്ടും. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 32 7 28 7 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. പിന്നെ 1/5 1/5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ 10 എന്ന് വരും. ഇത് 2 തവണ ക്യാൻസൽ ചെയ്യും അല്ലേ? അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് ഏതാണ്? ചെറുതിൽ നിന്നും വലുതിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് എന്താണ്? 2 ആണ് അല്ലേ? അപ്പോൾ 1/5 ആണ് നമുക്ക് ആദ്യം വരേണ്ടത്. അപ്പോൾ ഓപ്ഷനിൽ ചെക്ക് ചെയ്യുമ്പോൾ 1/5 വരുന്നത് ഓപ്ഷൻ B ആണ്. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B തന്നെയാണ്. ഇനി ബാക്കിയുള്ള ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ടൈം പോകും. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വരേണ്ടത് എന്താണ്? 2 കഴിഞ്ഞാൽ ബാക്കി ഓപ്ഷനിൽ ഏതായിരിക്കും ചെറുതായിട്ട് വരുന്നത്? പിന്നെ വരുന്നത് 5 ആയിരിക്കും അല്ലേ? 5 കിട്ടിയത് ഏതാണ്? 1/2 കൊണ്ട് ചെയ്തപ്പോഴാണ്. അപ്പോൾ നെക്സ്റ്റ് ശരിയാണ്, ഇവിടെ 1/2 കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏതാണ് വരേണ്ടത്? 6 പോയിൻ്റാണ് വരേണ്ടത്. 6 പോയിൻ്റ് കിട്ടിയത് 2/3 കിട്ടിയത്. അതും വരുന്നുണ്ട് നെക്സ്റ്റ് ഓപ്ഷനായിട്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഏത് വരുന്നത്? 3/4 വരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ B നമ്മുടെ റൈറ്റ് ആൻസറാണ്. എല്ലാം ആ ഒരു ഓർഡറിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരം 160 സെൻറ്റിമീറ്ററാണ്. അതിൽ 4 പേരുടെ ഉയരം യഥാക്രമം 163, 160, 161, 162 എന്നിങ്ങനെയാണ്. അഞ്ചാമത്തെ ആളുടെ ഉയരമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരുപാട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു കുടുംബത്തിലെ 5 പേരുടെ ശരാശരി ഉയരമാണ് നമുക്ക് തന്നിരിക്കുന്നത് 160. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 × 160 ചെയ്താൽ മതി അല്ലേ? 5 × 160 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 × 160 ചെയ്യുമ്പോൾ നമുക്ക് 800 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിത് ആകെ ഉയരമാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 4 പേരുടെ ഉയരം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 4 പേരുടെ ഉയരം എന്ന് പറയുന്നത് 4 പേരുടെ ആകെ ഉയരം എന്താണ്? ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുന്നു. 163, 160, 161, 162 ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 4 പേരുടെ ആകെ ഉയരം കിട്ടും. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 646 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അഞ്ചാമത്തെ ആളുടെ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ അഞ്ചാമത്തെ ആളുടെ കിട്ടും. അതായത് ഇത് എന്ന് പറയുന്നത് 800 എന്ന് പറയുന്നത് 5 പേരുടെ ആകെ ഉയരമാണ്. ഈ തന്നിരിക്കുന്നത് 4 പേരുടെ ആകെ ഉയരമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാമത്തെ ആളുടെ ഉയരം കിട്ടുമല്ലോ. അപ്പോൾ ഇത് മൈനസ് ചെയ്യാം. 800 - 646 മൈനസ് ചെയ്യുമ്പോൾ 4, 5, 1, 154 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 41 - 30 + 45 + 7 × 7 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ബോർഡ് മാസ് റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. 41 - 30 + 45 + 7 × 7. ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് നമ്മൾ ഏറ്റവും ആദ്യം എന്താണ് ചെയ്യുന്നത്? ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നത് ഇതാണ്. അത് ചെയ്യുമ്പോൾ 41 - 30 + 45 7 കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 52 എന്ന് കിട്ടും. × 7. ഇനി നെക്സ്റ്റ് എന്താണ് നമ്മൾ ബോർഡ് മാസ് വെച്ച് ചെയ്യേണ്ടത്? ഇൻറ്റു ആണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ 41 - 30 52 × 7 എന്ന് പറയുന്നത് 364. ഇനി ഇത് നമുക്ക് ചെയ്യുമ്പോൾ 41 നിന്ന് 30 മൈനസ് ചെയ്യുമ്പോൾ 11 എന്ന ആൻസർ കിട്ടും. + 364 ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 375 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. വിമാനത്തിൻ്റെ വേഗത എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വിമാനം അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ സഞ്ചരിച്ചു. വേഗത കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 മെത്തേഡിൽ ചെയ്യാം. ഒന്ന് നമുക്കറിയുന്ന ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം, അല്ലാതെ നമുക്ക് ഇക്വേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇക്വേഷൻ ഇല്ലാതെ ചെയ്യാൻ നോക്കാം, പെട്ടെന്ന് ചെയ്യാനുള്ള വഴി. അരമണിക്കൂർ സമയം കൊണ്ട് 250 കിലോമീറ്റർ ദൂരം എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അരമണിക്കൂർ കൊണ്ട് 250 കിലോമീറ്റർ പോകുമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര പോവും? ഇതിൻ്റെ ഇരട്ടി പോവില്ല. 250 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 500 കിലോമീറ്റർ പോവും അല്ലേ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് അരമണിക്കൂർ കൊണ്ട് 250 കിലോമീറ്റർ പോകുമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 500 കിലോമീറ്റർ പോകും. നമുക്ക് എന്താണ് കാണേണ്ടത്? വേഗതയാണ് കാണേണ്ടത്. വേഗതയാണ് കിട്ടിയത്. അതായത് മണിക്കൂറിൽ 500 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? 500 km/h ആണല്ലോ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എങ്ങനെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ നമുക്കറിയാം. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് വേഗത എന്ന് പറയുന്നത് ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദൂരം എന്ന് പറയുന്നത് 250 ആണ്. സമയം എന്ന് പറയുന്നത് അരമണിക്കൂർ തന്നിട്ടുണ്ട്. അപ്പോൾ അര 250, ഈ അര മുകളിലോട്ട് പോകുമ്പോൾ നേരെ തിരിയും അല്ലേ? 2 ആവും. = 500 km/h. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 1600 രൂപയ്ക്ക് വാങ്ങിയ ഒരു വസ്തു 12% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര? അപ്പോൾ വാങ്ങിയ വില എത്രയാണ്? 1600. 12% നഷ്ടത്തിൽ വിറ്റു. നമുക്ക് വിറ്റ വിലയാണ് കാണേണ്ടത് അല്ലേ? നഷ്ടശതമാനം 12%. ഇതെങ്ങനെ ചെയ്യാം? അതായത് വാങ്ങിയത് 1600 രൂപയ്ക്ക് വാങ്ങിച്ചു, 12% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഈ 1600 അതിൽ നിന്നും 12% കുറയ്ക്കണം അല്ലേ? 12% കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഈ 100% എന്ത്? 1600 എന്ന് പറയുന്നത്.
ഇതിൽ നിന്നും 12% കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 100-ൽ നിന്നും 12 പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എത്ര കിട്ടും? 88% അല്ലേ? ഈ 88% എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? 1600-ൻ്റെ 88% നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, 0 ക്യാൻസൽ ചെയ്യും. ഈക്വൽ ടു 16 × 88 നമുക്ക് ആൻസർ കിട്ടും 1408 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം. ഇത് ജസ്റ്റ് ഇക്വേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇനി നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം. ഇവിടെ 12% നഷ്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി? 1600-ൻ്റെ ആദ്യം തന്നെ 1600-ൻ്റെ 12% നമ്മൾ കാണുവാണ്. 12% കാണുമ്പോൾ 192 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളെന്താണ്? 12% നഷ്ടമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയ നമുക്ക് തന്നിട്ടുള്ള ഈ 1600-ൽ നിന്നും ഈ 12% കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 12% 192 എന്ന് കിട്ടി. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8041. 1408 തന്നെയാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യം 55, 80, 100 എന്നീ സംഖ്യകളുടെ ഉസാഗ എത്ര? അപ്പോൾ ഉസാഗയാണ് നമുക്ക് കാണേണ്ടത് അല്ലേ? ഉസാഗ കാണാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? 55 ഫാക്ടറൈസ് ചെയ്യണം അല്ലേ? 80, 100 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്തിലാണ് പോകുന്നത്? 5-ൽ പോകും അല്ലേ? 5-ൽ പോകുമ്പോൾ 11 തവണ പോവും, ഇവിടെ 16 തവണ പോവും, ഇവിടെ 20 തവണ പോവും. ഇനി ഇതിലേതിലേലും കോമൺ ആയിട്ട് പോവുമോ? ഒന്നിലും കോമൺ ആയിട്ട് ഇനി പോകുന്നൊരു സംഖ്യയില്ല. സോ ഈ 5 നമ്മൾ ഉസാഗിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്തത് ഏത്? 8, 16, 27, 64 ഈ സംഖ്യകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. 8 എന്ന് പറയുന്നത് എന്താണ്? 2-ൻ്റെ ക്യൂബാണ്. 16 എന്ന് പറയുന്നത് എത്രയാണ്? 4-ൻ്റെ സ്ക്വയറാണ്. 27 എന്ന് പറയുന്നത് 3-ൻ്റെ ക്യൂബാണ്. 64 എന്ന് പറയുന്നത് 4-ൻ്റെ ക്യൂബാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ, ഇതെല്ലാം ക്യൂബാണ്. ഈ 3 ക്യൂബാണ്. ഈ സംഖ്യ മാത്രമാണ് സ്ക്വയറായിട്ട് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? സ്ക്വയറാണ്. ഓപ്ഷൻ ബി 16 ആണ് ആൻസർ. അടുത്ത ചോദ്യം, 1, 3, 6 എന്നിങ്ങനെ തുടങ്ങുന്ന ശ്രേണിയുടെ അടുത്ത പദം ഏതായിരിക്കും? അപ്പോൾ ശ്രേണി തന്നിട്ടുണ്ട് 1, 3, 6 എന്ന് പറഞ്ഞിട്ട് ശ്രേണി തന്നിട്ടുണ്ട്. അടുത്ത പദമാണ് നമുക്ക് കാണേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ ഡിഫറൻസ് ഒന്ന് കണ്ടാൽ മതി. 1 എങ്ങനെ 3 ആയി? 1-ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 3 ആയത്. 3 എങ്ങനെ 6 ആയി? 3-ൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോഴാണ് 6 ആയത്. അപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും? ഇവിടെ എന്താണ് പോകുന്നത്? 2, 3 അങ്ങനെയാണ് പോകുന്നത്. നെക്സ്റ്റ് എന്താണ്? 2 കഴിഞ്ഞാൽ 3 കഴിഞ്ഞാൽ നെക്സ്റ്റ് 4 ആണ്. അപ്പോൾ 6-ൻ്റെ കൂടെ 4 നമ്മൾ ആഡ് ചെയ്യുന്നു. നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 10 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ 10 ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 2n+1 = 32 ആയാൽ n-ൻ്റെ വില എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്കിത് എങ്ങനെ കാണാം? 2 തരത്തിൽ കാണാം. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം 2n+1. നമുക്കറിയാം a(m+n) എന്ന് പറയുന്നത് a(m) × a(n) ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2n+1 എന്ന് പറയുന്നത് 2n × 2(1) = 32. 2n എന്ന് പറയുന്നത് 32 ഡിവൈഡഡ് ബൈ ഈ 2 അപ്പുറത്തോട്ട് പോകുമ്പോൾ 32/2 എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. 2n = 16. 2n എന്ത് കൊടുത്താലാണ് 16 കിട്ടുന്നത്? n-ൻ്റെ വില 4 ഇട്ട് കൊടുക്കുമ്പോഴാണ് 16 കിട്ടുന്നത്. അതായത് 2⁴ ആണ് 16. അപ്പോൾ n-ൻ്റെ വില എന്ന് പറയുന്നത് 4 ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2n+1 എന്ന് പറയുന്നത് 32 ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ഇട്ട് കൊടുക്കുക 2⁵5 + 1 = 2�6 എന്ന് കിട്ടും. 2�6 32 ആണോ? അല്ല. അപ്പോൾ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ ബി ഇട്ട് കൊടുക്കാം 2n+1 = 32. അപ്പോൾ n-ൻ്റെ വില ഓപ്ഷൻ ബി 4 ഇട്ട് കൊടുക്കുമ്പോൾ 2⁴ + 1 എന്നാവും 2⁵5 എന്നാവും. 2⁵5 എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 മെത്തേഡ് നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ഒരു കന്നുകാലി ചന്തയിൽ കുറേ പശുക്കളും മനുഷ്യരും ഉണ്ട്. ആകെ കാലുകൾ 70ഉം ആകെ തലകൾ 30ഉമാണ്. മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ മിക്കവർക്കും കുറച്ച് കുഴപ്പിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണെന്ന് ചെയ്യാന്നുള്ളത് നോക്കാം. തന്നിരിക്കുന്നത് എന്താണ്? ഒരു കന്നുകാലി ചന്തയുണ്ട്. അവിടെ കുറേ പശുക്കളും മനുഷ്യരുണ്ട്. ആകെ കാലുകൾ 70 തന്നിട്ടുണ്ട്. ആകെ തലകൾ 30 തന്നിട്ടുണ്ട്. മനുഷ്യരുടെ എണ്ണവും പശുക്കളുടെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കാണാനായിട്ട് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യണം. അതായത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ എടുക്കുകയാണ് പശുക്കളുടെ എണ്ണം നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. പശുക്കളുടെ എണ്ണം എക്സ് ആയിട്ട് എടുക്കുന്നു. മനുഷ്യരുടെ എണ്ണം നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നു. എന്താണ്? പശുക്കളുടെ എണ്ണം എക്സ് ആയിട്ടും മനുഷ്യരുടെ എണ്ണം വൈ ആയിട്ടും എടുക്കുന്നു. നമുക്ക് തന്നിരിക്കുന്നത് ആകെ കാലുകൾ എന്ന് പറയുന്നത്, കാലുകൾ ആകെ എന്ന് പറയുന്നത് 70ഉം തലകൾ എന്ന് പറയുന്നത് എത്രയാണ്? 30 തന്നിട്ടുണ്ട്. അത് നമുക്ക് തന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെടുത്തു പശുക്കളുടെ എണ്ണം അറിയാത്തത് കൊണ്ട് എക്സ് എന്നെടുത്തു, മനുഷ്യരുടെ എണ്ണം അറിയാത്തത് കൊണ്ട് വൈ എന്നെടുത്തു. നമുക്കറിയാം പശുവിന് എത്ര കാലുണ്ട്? ആകെ 4 കാലുണ്ട് അല്ലേ? അപ്പോൾ ആകെ പശുക്കളുടെ കാല്, അതായത് പശുക്കളുടെ ആകെ കാലെന്ന് പറയുന്നത് എത്രയായിരിക്കും? പശുക്കൾക്ക് ഒരു പശുവിന് 4 കാലുണ്ട്. അങ്ങനെ എത്ര പശുക്കളുണ്ട്? എക്സ് പശുക്കളുണ്ട്. അപ്പോൾ ആകെ കാല് എത്രയായിരിക്കും? 4 × എക്സ്. ഓക്കെ. അതുപോലെ തന്നെ മനുഷ്യർക്ക് എത്ര കാലുണ്ട്? 2 കാലുണ്ട്. എത്ര മനുഷ്യരുണ്ട്? വൈ മനുഷ്യരുണ്ട്. അപ്പോൾ ആകെ വൈ മനുഷ്യരുടെ കാലുകളുടെ എണ്ണം എത്രയായിരിക്കും? 2y അല്ലേ? ഇനി നമുക്കൊരു കാര്യം കിട്ടും. ഇവിടെ കാലുകളുടെ ആകെ എണ്ണം, അതായത് പശുക്കളുടെയും മനുഷ്യരുടെയും ആകെ കാലുകളുടെ എണ്ണം 70 എന്നിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്നും ഒരു ഇക്വേഷൻ ഫോം ചെയ്തുകൂടെ? ഇതൊക്കെ കാലുകളുടെ കാര്യമാണ് പറയുന്നത്. ഇത് പശുവിൻ്റെ കാല്, ഇത് മനുഷ്യൻ്റെ കാല്. അപ്പോൾ നമുക്കിതിൽ നിന്ന് കിട്ടും 4x + 2y എന്ന് പറയുന്നത് 70 ഓക്കെ. ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുവാണ് തലകളുടെ എണ്ണം 30 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം പശുവിന് ഒരു തലയേ ഉള്ളൂ, മനുഷ്യന് ഒരു തലയേ ഉള്ളൂ. പക്ഷേ പശു എത്ര പശുവുണ്ട്? എക്സ് പശുവുണ്ട് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് മനുഷ്യന് എത്ര മനുഷ്യനുണ്ട്? വൈ ഉണ്ട് അല്ലേ? വൈ മനുഷ്യനുണ്ട്. രണ്ടും കൂടിയിട്ട് 30. ഓക്കെ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പശുവിന് ഒരു തലയുണ്ട്, മനുഷ്യനൊരു തലയുണ്ട്. ആകെ തലകളുടെ എണ്ണം 30. അപ്പോൾ അവിടെ എന്താണ് മീൻ ചെയ്യുന്നത്? പശുക്കളും മനുഷ്യരും കൂടിയിട്ട് ആകെ 30 പേരുണ്ട് അല്ലേ? എക്സ് പശുവുണ്ട്, വൈ മനുഷ്യരുണ്ട്. അപ്പോൾ എക്സ് + വൈ എന്ന് പറയുന്നത് എത്രയായിരിക്കും? തലകളുടെ എണ്ണമായിരിക്കും, 30 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ 2 ഇക്വേഷന് കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇത് രണ്ടും കൂടിയിട്ട് മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ എക്സിൻ്റെയോ വൈയുടെയോ ഏതിൻ്റെങ്കിലും ഒരെണ്ണത്തിൻ്റെ കോയിഫിഷ്യൻ്റ് ഈക്വൽ ആയിരിക്കണം. എന്നാലാണ് നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇവിടെ ഏതിൻ്റെങ്കിലും ഒരെണ്ണത്തിൻ്റെ കോയിഫിഷ്യൻ്റ് നമ്മൾ ഈക്വൽ ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. അപ്പോൾ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോയിഫിഷ്യൻ്റ് ഈക്വൽ ആക്കാനായിട്ട് നോക്കുകയാണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x + 2y = 60 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 3. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നിന്നും 3 മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്യുമ്പോൾ 4xൽ നിന്നും 2x കുറച്ചാൽ 2x എന്ന് കിട്ടും. പ്ലസ് 2yൽ നിന്നും 2y മൈനസ് ചെയ്താൽ 0y എന്ന് കിട്ടും. = 70ൽ നിന്നും 60 മൈനസ് ചെയ്താൽ 10 എന്ന് കിട്ടും. അപ്പോൾ 2x + y = 10 എന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്നും എക്സിൻ്റെ വില നമുക്ക് എന്ത് കിട്ടും? 10/2 5 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ എക്സിൻ്റെ വില 5 എന്ന് കിട്ടി. എക്സിൻ്റെ വില 5 ആണെങ്കിൽ വൈയുടെ വില നമുക്ക് കാണാമല്ലോ. എങ്ങനെ കാണാം? ഇക്വേഷൻ നമ്പർ 2 ഇട്ട് കൊടുത്താൽ മതി. എക്സിൻ്റെ വില 5. അപ്പോൾ 5 + y = 30 എന്ന് കിട്ടും. വൈയുടെ വില 25 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വില കിട്ടി. അഥവാ എക്സ് എന്ന് പറയുന്നത് പശുവിൻ്റെ എണ്ണം നമുക്ക് 5 എന്നും കിട്ടി. മനുഷ്യൻ്റെ എണ്ണം 25 എന്നും കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പശുവിൻ്റെയും മനുഷ്യൻ്റെയും വ്യത്യാസമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x - y കണ്ടാൽ മതി. x - y എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 25 - 5 ചെയ്താൽ മതി = 20. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 20 റൈറ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അറിയാത്തവരുണ്ടെങ്കിലോ ഒന്നുകൂടി കേട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 0.05 സ്ക്വയർ × 1/20 ആണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ വില നമുക്ക് കാണാം. 0.05 സ്ക്വയർ × 1/20. ഓക്കെ. 1/20 നമുക്ക് എങ്ങനെ കാണാം? 1നെ 20 കൊണ്ട്
ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പോവും 20 ഇല്ല. അപ്പോൾ നമ്മൾ 0 പോയിൻ്റ് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ഒരു 0 ഇട്ട് കൊടുക്കുന്നു. 10 പോവോ ഇല്ല. 10 പോവാതെ കൊണ്ട് വീണ്ടും 0 ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ഒരു 0 ഇട്ട് കൊടുക്കുന്നു. ഇനി 100 പോവില്ല. 100 എത്ര തവണ പോവും? 5 തവണ പോവും. അപ്പോൾ 5 × 20 100. ഓക്കെ, 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഇതിനെ റീറൈറ്റ് ചെയ്യാം അല്ലേ. 0.05 സ്ക്വയർ ഇൻറ്റു ഈ 1/20 വില നമുക്ക് 0.05 എന്ന് കിട്ടി. 0.05 ഇവിടെ 0.05 സ്ക്വയർ ഇൻറ്റു 0.05 ആകുമ്പോൾ എന്ത് കിട്ടും? 0.05 ക്യൂബ് എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 1, 2, 4, 8 എന്ന സംഖ്യാശ്രേണിയുടെ അടുത്ത പദം ഏത്? 1, 2, 4, 8. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടുത്ത പദം എന്തായിരിക്കും? ഇവിടെ 1ൻ്റെ ഇരട്ടിയാണ് 2 കിട്ടി അടുത്ത ടൈം. നെക്സ്റ്റ് ടൈം 2ൻ്റെ ഇരട്ടിയാണ് 4 കിട്ടി. അടുത്ത ടൈം 4ൻ്റെ ഇരട്ടിയാണ് 8 കിട്ടി. അപ്പോൾ അടുത്ത ടൈം എന്തായിരിക്കും? 8ൻ്റെ ഇരട്ടിയാവും അല്ലേ. 8 8 16. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. രമയുടെയും ജയയുടെയും വയസ്സുകളുടെ അംശബന്ധം 2:3 ആണ്. രമ ജയ 2:3 ആണ്. 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 വയസ്സാകും തന്നിട്ടുണ്ട്. ജയയുടെ ഇപ്പോഴത്തെ വയസ്സാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ഇത് പ്രസൻറ്റേജ് ആണ്, അതായത് 2x 3x. 5 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടുപേർക്കും 5 വർഷം കഴിയുമ്പോൾ 2x - 5 എന്നാവും. 5 വർഷം കഴിയുമ്പോഴാണ്. അപ്പോൾ 2x + 5 3x + 5 എന്നാവും. ഇനി ഇവിടെ തന്നിരിക്കുന്നത് 5 വർഷം കഴിയുമ്പോൾ രമയ്ക്ക് 24 വയസ്സാകും തന്നിട്ടുണ്ട്. രമ എന്ന് പറയുന്നത് 2x + 5 ആണ് 5 വർഷം കഴിയുമ്പോൾ. അതെന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 5 വർഷം കഴിയുമ്പോൾ 24 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വില കാണാമല്ലോ. 2x = 24 നിന്നും 5 മൈനസ് ചെയ്യുമ്പോൾ 19 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 19/2 എന്ന് കിട്ടും. 19/2 എന്ന് പറയുന്നത് നമുക്ക് പോയിൻ്റ് വരും അല്ലേ. 9.5 എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വില 9.5 എന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് ജയയുടെ ഇപ്പോഴത്തെ വയസ്സാണ്. ജയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? 3x ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 × 9.5 എന്ന് കിട്ടും. = 5. ബാക്കിയൊന്ന് 9 × 3 27, 1 28, 28.5 എന്നൊക്കെയാണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 28.5 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം. 1 + 2 × 3 ഹരിക്കണം 6 - 1 ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബോർഡ് മാസ് റൂൾ വെച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ 1 + ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നത് 2 × 3 6 ഹരിക്കണം 6 - 1 അതേപോലെ എടുത്തെഴുതി. ഇനി ബോർഡ് മാസ് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡിവിഷനാണ് ചെയ്യേണ്ടത്. 6/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് -1. അപ്പോൾ 1 1 2 - 1 = 1 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം. 11:132. അപ്പോൾ 22:1 നമുക്ക് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് തന്നെ റിലേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് 11:132 ആയെന്ന് നമുക്ക് നോക്കാം. 11 × 11 അതിൻ്റെ കൂടെ 11 ആഡ് ചെയ്തപ്പോഴാണ് 132 കിട്ടിയത്. ഓക്കെ, അപ്പോൾ 22നെ എങ്ങനെ റിലേറ്റ് ചെയ്യാം? 22 × 11 + 22 = 242 + 22 = 4 6 2 264 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഒറ്റയാൻ ഏത്? അപ്പോൾ തന്നിരിക്കുന്നതിൽ ഒറ്റയാനാണ് ചോദിച്ചിരിക്കുന്നത്. ചതുർഭുജം തന്നിട്ടുണ്ട്, ലംബകം തന്നിട്ടുണ്ട്, സാമാന്തരികം തന്നിട്ടുണ്ട്, ചതുരം തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ചതുർഭുജമാണ്. കാരണം ചതുർഭുജത്തിനകത്ത് വരുന്നതാണ് ഈ ലംബകവും സാമാന്തരികവും ചതുരവുമെല്ലാം. ഓക്കെ, അപ്പോൾ ഇതിൽ ചതുർഭുജമാണ് ഒറ്റയാനായിട്ട് നിൽക്കുന്നത്. ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 4 വശങ്ങളുണ്ടായിരിക്കും, അതിനാണ് ചതുർഭുജം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ബാക്കി ഓപ്ഷൻസ് നോക്കൂ. ലംബകം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിനും 4 വശങ്ങളുണ്ട് അല്ലേ. 4 വശങ്ങളുണ്ടായിരിക്കും, 2 വശങ്ങൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും.
ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സാമാന്തരികമാണ്. സാമാന്തരികം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഈ രണ്ട് വശങ്ങൾ ഈക്വൽ ആയിരിക്കും, ഈ രണ്ട് വശങ്ങൾ ഈക്വൽ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ചതുരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇതിൻ്റെ രണ്ട് വശങ്ങൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും, അതിനാണ് ചതുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ബാക്കി ഓപ്ഷൻസ് മൂന്നും ഈ ചതുർഭുജത്തിന് അകത്തോട്ടാണ് വരുന്നത് അല്ലേ. ചതുർഭുജം ഇതിൻ്റെ എല്ലാം വലിയൊരു സെറ്റാണ്, അതിൻ്റെ അകത്ത് വരുന്ന സബ്സെറ്റുകളാണ് ഇത് ലംബകം, സാമാന്തരികം, ചതുരമൊക്കെ. അപ്പോൾ 4 വശമുള്ള ആ ഒരു ഫിഗറിനെ പറയുന്നതാണ് ചതുർഭുജം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2, 3, 5, 7 ഇങ്ങനെ തുടർന്നാൽ 8ാമത്തെ സ്ഥാനത്തെ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും 2, 3, 5, 7 എന്താണ്, പ്രൈം നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ നമുക്കത് നോക്കാം. 2, 3, 5, 7. 7 കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? 7 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 11 ആണ്. 11 കഴിഞ്ഞാൽ പിന്നെ 13 ആണ്. 13 കഴിഞ്ഞാൽ 17 ആണ്. 17 കഴിഞ്ഞാൽ 19 ആണ്. പിന്നെ 23 ആണ്. അങ്ങനെ പോകും. നമ്മളോട് 8ാമത്തെ സ്ഥാനത്തെ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8. 8ാമത്തെ സംഖ്യ 19 ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 4 2/6 ഹരിക്കണം 1 2/6 ഇസ് ഈക്വൽ ടു അതിൻ്റെ വില കാണണം. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കിയിട്ട് മാറ്റണം? ഈ തന്നിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ വിഷമഭിന്നത്തിലേക്ക് മാറ്റണം. 4 2/6 മാറ്റുമ്പോൾ ഇതെന്താണ് മീൻ ചെയ്യുന്നത്? 4 + 2/6 എന്നാണ് മീൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 4 24 2 26 6 എന്ന് കിട്ടും. നെക്സ്റ്റ് 1 2/6 ഇതെന്താ മീൻ ചെയ്യുന്നത്? 1 + 2/6 ഇസ് ഈക്വൽ ടു 6 + 2/6 8/6 എന്ന് കിട്ടും. ഇത് 26/6 ഹരിക്കണം 8/6 ഇസ് ഈക്വൽ ടു 26/6. ഇത് മുകളിലോട്ട് പോകുമ്പോൾ 6/8, ഈ 6 ക്യാൻസൽ ചെയ്യും, 26/8 എന്ന് കിട്ടും. ഇനി ഇത് ക്യാൻസൽ ചെയ്തിട്ട് പോവാലോ. 26/8 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 4 തവണ 13 തവണ. അപ്പോൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ 13/4 എന്നാണ് കിട്ടിയത്. ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി 3 1/4 ആണ്. 3 1/4 എന്ന് പറയുന്നത് 4 × 3 12 1 13 മുകളിൽ വരും, താഴെ 4 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്റ്റേജ് 4 ചോദിച്ചിട്ടുള്ള LGS എക്സാമിലെ എല്ലാ മാത്സ് ക്വസ്റ്റ്യൻസും ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 ക്വസ്റ്റ്യൻസാണ് PSC ക്യാൻസൽ ചെയ്യുന്നത്. ഓപ്ഷൻസിലുള്ള ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ടുള്ളത് തന്നെയാണ് ചോദിച്ചത്. നമ്മൾ കുഴപ്പിക്കുന്ന തരത്തിലൊന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു പശുക്കളുടെയും മനുഷ്യൻ്റെയും കാലുകളുടെ ആ ഒരു കണക്കായിരിക്കും കുറച്ച് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, എന്നിരുന്നാലും ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നത്. നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരുപാട് ചെയ്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.